നമസ്കാരം. ഭൂമിശാസ്ത്രപരമായ അതിരുകൾക്കപ്പുറം തങ്ങളുടെ സാമ്പത്തിക തന്ത്രപ്രധാന സ്വാധീനം വ്യാപിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു രാജ്യത്തിനും സുരക്ഷിതവും സുഗമവുമായ വ്യാപാര പാതകൾ അനിവാര്യമാണ്. ദക്ഷിണേഷ്യയിൽ നിന്നും മധ്യേഷ്യയിലേക്കും യൂറേഷ്യൻ വിപണിയിലേക്കും നേരിട്ടുള്ള പ്രവേശനത്തിനായി ഇന്ത്യ കാലങ്ങളായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പാകിസ്ഥാനുമായുള്ള വിയോജിപ്പുകളും ഭൂമിശാസ്ത്രപരമായ തടസ്സങ്ങളും ഇന്ത്യയുടെ ഈ മോഹങ്ങൾക്ക് വെല്ലുവിളിയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇറാനിലെ ചബഹാർ തുറമുഖം ഇന്ത്യയുടെ ആഗോള കണക്ടിവിറ്റി തന്ത്രങ്ങളുടെ ഹൃദയഭാഗമായി മാറുന്നത്. ഇപ്പോൾ പുറത്തു വരുന്ന സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പ്രകാരം ഇറാനിലെ 700 കിലോമീറ്റർ നീളമുള്ള ചബഹാർ സഹോദോൻ റെയിൽ ഇടനാഴി പുനരുജ്ജീവിപ്പിക്കാനുള്ള പദ്ധതികൾ ഇന്ത്യ അതിവേഗം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അമേരിക്ക ഇറാനെതിരെ ഏർപ്പെടുത്തിയിരുന്ന കർശനമായ ഉപരോധങ്ങളിൽ ഇളവുകൾ പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിലാണ് വർഷങ്ങളായി മുടങ്ങിക്കിടന്ന ഈ വൻകിട ഇൻഫ്രാസ്ട്രക്ചർ പദ്ധതിക്ക് വീണ്ടും ജീവൻ വയ്ക്കുന്നത്. ചൈനയും പാകിസ്ഥാനും ചേർന്ന് വികസിപ്പിക്കുന്ന സാമ്പത്തിക ഇടനാഴികൾക്കും ഗ്വാദർ തുറമുഖത്തിനും ശക്തമായ ഒരു പ്രതിരോധം തീർക്കാൻ ഈ പദ്ധതിയിലൂടെ ഇന്ത്യക്ക് സാധിക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ഒമാൻ ഉൾക്കടലിലുള്ള ഇറാൻ്റെ തന്ത്രപ്രധാനമായ ചബഹാർ തുറമുഖത്തെ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയോട് ചേർന്നുള്ള സഹോദരനുമായി ബന്ധിപ്പിക്കുന്നതാണ് ഈ പുതിയ റെയിൽവേ ലൈൻ. ഇത് പൂർത്തിയാകുന്നതോടെ ചബഹാർ തുറമുഖം ഇറാൻ്റെ ദേശീയ റെയിൽ ശൃംഖലയുടെയും അതോടൊപ്പം ഇൻ്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോറിൻ്റെയും ഭാഗമായി മാറും. ഈ സംയോജനം യാഥാർത്ഥ്യമാകുന്നതോടെ അഫ്ഗാനിസ്ഥാൻ, മധ്യേഷ്യൻ രാജ്യങ്ങൾ, റഷ്യ എന്നിവിടങ്ങളിലേക്ക് ചരക്കുകൾ എത്തിക്കുന്നതിനുള്ള ഏറ്റവും ചെലവ് കുറഞ്ഞതും വേഗതയേറിയതുമായൊരു പാത ഇന്ത്യക്ക് മുന്നിൽ തുറക്കപ്പെടും. ഇറാനിൽ നിന്നുള്ള അസംസ്കൃത എണ്ണയും പെട്രോളിയം ഉൽപ്പന്നങ്ങളും കയറ്റുമതി ചെയ്യാൻ അമേരിക്ക അനുമതി നൽകിയ സമീപകാല സമാധാന കരാറാണ് ഈ മേഖലയിൽ വലിയൊരു വഴിത്തിരിവാകുന്നത്. അന്താരാഷ്ട്ര ഉപരോധങ്ങൾ കാരണം ഏതാണ്ട് 7 വർഷത്തോളമായി ഇന്ത്യയിലേക്ക് ഇറാനിയൻ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നത് നിർത്തിവച്ചിരിക്കുകയായിരുന്നു. ഈ പ്രതിസന്ധി ഒഴിയുന്നതോടെ ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ വർദ്ധിക്കുകയും ചബഹാർ പാതയുടെ വാണിജ്യപരമായ പ്രസക്തി ഇരട്ടിക്കുകയും ചെയ്യും. ചബഹാർ വഴിയുള്ള ചരക്കു നീക്കം ഗണ്യമായി വർദ്ധിക്കുന്നത് ഉസ്ബെക്കിസ്ഥാൻ, കസാഖിസ്ഥാൻ, താജിക്കിസ്ഥാൻ തുടങ്ങിയ മധ്യേഷ്യൻ സമ്പദ് വ്യവസ്ഥകളുമായി ആഴത്തിലുള്ള വ്യാപാര ബന്ധം സ്ഥാപിക്കാൻ ദില്ലിയെ സഹായിക്കും. പാകിസ്ഥാനെയും ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയും പൂർണ്ണമായി മറികടന്നുകൊണ്ട് ഈ മേഖലയിലേക്ക് ഒരു തന്ത്രപരമായ ബദൽപാത ഒരുക്കാൻ ഇന്ത്യക്ക് ഇതിലൂടെ സാധിക്കും. ഏഷ്യൻ മേഖലയിൽ ചൈനയുടെ വളർന്നുവരുന്ന സ്വാധീനത്തെ സന്തുലിതമാക്കാനുള്ള ഇന്ത്യയുടെ ദീർഘകാല തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് പ്രതിരോധ സാമ്പത്തിക വിദഗ്ധർ ഈ പദ്ധതിയെ വിലയിരുത്തുന്നത്. തുടക്കത്തിൽ ഏകദേശം $1.5 ബില്യൺ ചെലവ് പ്രതീക്ഷിക്കുന്ന ഈ പദ്ധതിയുടെ സിംഹഭാഗം ഫണ്ടും ഇറാൻ തന്നെയാണ് വഹിക്കുന്നത്. എങ്കിലും വരും വർഷങ്ങളിൽ $400 മുതൽ $500 ദശലക്ഷം വരെ സാമ്പത്തിക സഹായവും ആവശ്യമായ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യവും ഇന്ത്യ ഈ പദ്ധതിക്കായി നൽകുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. യൂറേഷ്യയിലേക്കുള്ള പ്രവേശന കവാടമായി ചബഹാറിനെ വികസിപ്പിക്കാനുള്ള ഇന്ത്യയുടെ ദീർഘകാല തന്ത്രത്തിലെ വിട്ടുപോയ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിയാണ് ചബഹാർ സഹോദാൻ റെയിൽ ലിങ്ക്. ചബഹാർ തുറമുഖത്തെ അന്താരാഷ്ട്ര നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോറുമായി ബന്ധിപ്പിക്കുന്നതിലൂടെ പരമ്പരാഗത സമുദ്രപാതകളെ അപേക്ഷിച്ച് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ യൂറോപ്യൻ, റഷ്യൻ വിപണികളിലേക്ക് ഇന്ത്യക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഇത് പ്രാദേശിക ലോജിസ്റ്റിക് രംഗത്ത് വലിയ മാറ്റങ്ങൾ വരുത്തുകയും ഇന്ത്യയുടെ സാന്നിധ്യം ആഗോളതലത്തിൽ കൂടുതൽ ശക്തമാക്കുകയും ചെയ്യും. പരമ്പരാഗത ഷിപ്പിംഗ് പാതകളെ മാത്രം ആശ്രയിക്കുന്നത് കുറയ്ക്കാനും വ്യാപാര മാർഗങ്ങൾ വൈവിധ്യവൽക്കരിക്കാനുമുള്ള ഇന്ത്യയുടെ താൽപ്പര്യങ്ങൾക്ക് ഈ പുതിയ അന്തരീക്ഷം അനുകൂലമാണ്. യുദ്ധസമാനമായ സാഹചര്യങ്ങളിൽ നിന്നും പ്രാദേശികമായ സ്ഥിരതയിലേക്ക് മേഖല മാറിയതോടെയാണ് തടസ്സപ്പെട്ട് കിടന്ന ഇൻഫ്രാസ്ട്രക്ചർ സഹകരണം പുനരാരംഭിക്കാൻ ദില്ലിക്കും ടെഹ്റാനും വഴി തുറക്കുന്നത്. അടുത്ത കാലത്തായി ഇറാനിയൻ മന്ത്രിമാർ വിവിധ അന്താരാഷ്ട്ര ചർച്ചകൾക്കായി ദില്ലി സന്ദർശിച്ചിരുന്നു. ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ഇൻഫ്രാസ്ട്രക്ചർ ചർച്ചകൾക്ക് വലിയ വേഗത പകർന്നിട്ടുമുണ്ട്. ഇന്ത്യയുടെ കണക്ടിവിറ്റി മോഹങ്ങൾക്ക് ഈ ഇടനാഴി നിർണായക പങ്കുവഹിക്കുമെന്ന് മാത്രമല്ല, ഇറാൻ്റെ എണ്ണ കയറ്റുമതി സുഗമമാക്കാനും യൂറേഷ്യയിലുടനീളമുള്ള സാമ്പത്തിക പങ്കാളിത്തം കൂടുതൽ ഊട്ടിയുറപ്പിക്കാനും ഇത് സഹായിക്കും. ഔദ്യോഗികമായി ചർച്ചകളുടെ തീയതികൾ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഇന്ത്യൻ ഇറാനിയൻ ഉദ്യോഗസ്ഥർ തമ്മിലുള്ള നിർണായകമായ കൂടിക്കാഴ്ചകൾ ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് സൂചനകൾ. ചുരുക്കത്തിൽ ചബഹാർ സഹേദാൻ റെയിൽ പദ്ധതി കേവലം ഒരു ഗതാഗത മാർഗം മാത്രമല്ല, മറിച്ച് വരും ദശകങ്ങളിൽ ഏഷ്യൻ ഭൂഖണ്ഡത്തിലെ ഭൗമരാഷ്ട്രീയ സന്തുലിതാവസ്ഥയെ നിർണ്ണയിക്കുന്ന വലിയൊരു നയതന്ത്ര നീക്കമാണ്. ചബഹാർ സഹേദാൻ റെയിൽ ഇടനാഴി പുനരുജ്ജീവിപ്പിക്കാനുള്ള ഇന്ത്യയുടെ നീക്കം പാകിസ്ഥാനും ചൈനയ്ക്കും ഭൗമരാഷ്ട്രീയപരമായും സാമ്പത്തികമായും ഏൽപ്പിക്കുന്ന ആഘാതം അതീവ ഗുരുതരമാണ്. ഈ മേഖലയിൽ തങ്ങളുടെ മേധാവിത്വം ഉറപ്പിക്കാൻ ശ്രമിക്കുന്ന ഇരു രാജ്യങ്ങൾക്കും വ്യത്യസ്തമായ കാരണങ്ങളാൽ ഇന്ത്യയുടെ ഈ തന്ത്രപരമായ മുന്നേറ്റം
വലിയൊരു തിരിച്ചടിയാണ് സമ്മാനിക്കുന്നത്. പാകിസ്ഥാനെ സംബന്ധിച്ച് മധ്യേഷ്യൻ രാജ്യങ്ങളിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കുമുള്ള ഇന്ത്യയുടെ ഏക കരമാർഗം തങ്ങളുടെ ഭൂപ്രദേശമായിരുന്നു. കശ്മീർ വിഷയം ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കാരണങ്ങളാൽ ഈ വഴി ഇന്ത്യക്ക് നിഷേധിക്കുക വഴി തന്ത്രപരമായ ഒരു വലിയ മേൽക്കൈ നേടാൻ പാകിസ്ഥാന് കഴിയുകയും ചെയ്തു. എന്നാൽ ചബഹാർ പദ്ധതി പൂർണ്ണതോതിൽ യാഥാർത്ഥ്യമാകുന്നതോടെ പാകിസ്ഥാനെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് ഇന്ത്യക്ക് അഫ്ഗാനിസ്ഥാനിലേക്കും മധ്യേഷ്യയിലേക്കും നേരിട്ട് പ്രവേശനം ലഭിക്കും. ഇത് ഇന്ത്യക്ക് മേൽ ഭൂമിശാസ്ത്രപരമായ സമ്മർദ്ദം ചെലുത്താനുള്ള പാകിസ്ഥാൻ്റെ നയതന്ത്ര ശേഷിയെ പൂർണ്ണമായി ഇല്ലാതാക്കുകയും ആണ് ചെയ്യുന്നത്. കൂടാതെ അഫ്ഗാനിസ്ഥാനും മധ്യേഷ്യൻ രാജ്യങ്ങളും തങ്ങളുടെ അന്താരാഷ്ട്ര വ്യാപാരത്തിനായി കാലങ്ങളായി ആശ്രയിച്ചിരുന്നത് പാകിസ്ഥാനിലെ കറാച്ചി തുറമുഖത്തെയായിരുന്നു. ചബഹാർ തുറമുഖവും പുതിയ ട്രെയിൽ ഇടനാഴിയും സജീവമാകുന്നതോടെ ഈ രാജ്യങ്ങൾക്ക് കൂടുതൽ സുരക്ഷിതവും രാഷ്ട്രീയ സമ്മർദ്ദങ്ങളില്ലാത്തതുമായ ഒരു ബദൽ മാർഗം ലഭിക്കും. ഇത് കറാച്ചി തുറമുഖത്തിൻ്റെ വാണിജ്യ പ്രാധാന്യം കുറയ്ക്കുകയും പാകിസ്ഥാനിൽ ലഭിക്കേണ്ടിയിരുന്ന വലിയൊരു ട്രാൻസിറ്റ് വരുമാനം നഷ്ടപ്പെടുത്തുകയും ചെയ്യും. മറുഭാഗത്ത് ചൈനയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വപ്ന പദ്ധതിയായ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗമായി പാകിസ്ഥാനിൽ വികസിപ്പിക്കുന്ന ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയുടെ കേന്ദ്ര ബിന്ദുവാണ് ഗോദർ തുറമുഖം. ഇന്ത്യ വികസിപ്പിക്കുന്ന ചബഹാർ തുറമുഖത്ത് നിന്നും വെറും 70ഓളം കിലോമീറ്റർ മാത്രം അകലെയാണ് ഈ ഗോദർ സ്ഥിതി ചെയ്യുന്നത്. ഗോദറിലൂടെ അറബിക്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും തങ്ങളുടെ സൈനിക വ്യാപാര മേധാവിത്വം സ്ഥാപിക്കാമെന്ന ചൈനയുടെ മോഹങ്ങൾക്കാണ് ഇന്ത്യയുടെ ചബഹാർ റെയിൽവേ പദ്ധതി കൃത്യമായ തടസ്സമിടുന്നത്. വ്യാപാര റൂട്ടുകൾക്കായി ഗോദറിനെ ആശ്രയിക്കാൻ വരുന്ന പല മധ്യേഷ്യൻ രാജ്യങ്ങളും ഇപ്പോൾ ചബഹാറിലേക്ക് ശ്രദ്ധ തിരിക്കുന്നത് ചൈനയുടെ വൻകിട നിക്ഷേപങ്ങളുടെ വിജയസാധ്യതയ്ക്ക് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. ഇതിനു പുറമെ മധ്യേഷ്യയിലെയും യൂറേഷ്യയിലെയും പ്രകൃതി വിഭവങ്ങളിലും വിപണിയിലും നിലവിൽ ചൈനയ്ക്കുള്ള ഏകപക്ഷീയമായ സ്വാധീനത്തെ ശക്തമായി സന്തുലിതമാക്കാൻ ഇന്ത്യയുടെ ഈ സാന്നിധ്യത്തിന് സാധിക്കും. ഇൻ്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോറുമായി ഈ റെയിൽപാത ബന്ധിപ്പിക്കപ്പെടുന്നതോടെ യൂറോപ്യൻ വിപണിയിലേക്ക് ചൈനയുടെ വ്യാപാര ശൃംഖലകൾക്ക് ബദലായി മറ്റൊരു കരുത്തുറ്റ അന്താരാഷ്ട്ര പാതയാണ് രൂപപ്പെടുന്നത്. ചുരുക്കത്തിൽ പാകിസ്ഥാൻ്റെ ഭൂമിശാസ്ത്രപരമായ മേൽക്കൈ പൂർണ്ണമായി നഷ്ടപ്പെടുത്താനും ഈ മേഖലയിലെ ചൈനയുടെ ആഗോള വ്യാപാര അധിനിവേശത്തിന് ശക്തമായ വെല്ലുവിളി ഉയർത്താനും ഇന്ത്യയുടെ ഈ നയതന്ത്ര നീക്കത്തിലൂടെ സാധ്യമാകും. ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ERT അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.